പലപ്പോഴും പല പേരൻസും പറയുന്ന പരാതിയാണ്, എൻ്റെ കുട്ടിക്ക് മടിയാണ്, എത്ര പറഞ്ഞു കൊടുത്താലും അവനത് മനസ്സിലാവുന്നില്ല, എത്ര നേരം ഇരുന്ന് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും ആൾക്കത് മതിയായ രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ പല പരാതികൾ പറയാറുണ്ട്. എന്നാൽ ഇതിന്റെ പുറകിലുള്ള റീസൺ ചിലപ്പോൾ ഒരു പഠന വൈകല്യമോ ലേണിംഗ് ഡിസേബിലിറ്റിയോ ഒക്കെ ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റീസൺസ് ഒക്കെ ആവാം. ഇത് പ്രോപ്പറായിട്ട് പലപ്പോഴും ഐഡന്റിഫൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇൻ കേസ് ഇതൊരു ലേണിംഗ് ഡിസേബിലിറ്റി അല്ലെങ്കിൽ ഒരു പഠന വൈകല്യമാണെങ്കിൽ കുട്ടികളിൽ ലേണിങ്ങിന്റെ പ്രോസസ്സിങ്ങിന്റെ ടൈം കൂടുതലായിട്ട് എടുക്കും. അവർക്കൊരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് സാധാ കുട്ടികളോട് പറയുന്നത് പോലെ പെട്ടെന്ന് അവർക്ക് മനസ്സിലാവില്ല. കൂടുതൽ സമയമെടുത്ത് അവരെ പഠിപ്പിക്കേണ്ടി വരും. അതുപോലെ തന്നെ അവർക്ക് എഴുതാനുള്ള ബുദ്ധിമുട്ട്, വായിക്കാനുള്ള ബുദ്ധിമുട്ട്, കാൽക്കുലേഷൻസിലുള്ള പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ട്. ചില കുട്ടികൾക്ക് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വരെ കാണാറുണ്ട്. കുട്ടികളിൽ കാണുന്ന പഠിക്കാനുള്ള ബുദ്ധിമുട്ട് അതൊരു 4 റീസൺസ് കൊണ്ടാവരുത്. ഇപ്പൊ കുട്ടികളിൽ ഇപ്പോൾ ഒരു മെന്റൽ ഡിസോർഡറോ അല്ലെങ്കിൽ ഒരു ന്യൂറോളജിക്കൽ കണ്ടീഷനോ കാരണമാണ് കുട്ടിക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ പഠനത്തിൽ പിന്നോട്ടോ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമുക്കൊരു ലേണിംഗ് ഡിസബിലിറ്റി ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ലാക്ക് ഓഫ് എക്സ്പോഷർ, കുട്ടിക്ക് വേണ്ടുന്ന പഠിക്കാനുള്ള ഫെസിലിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല, കുട്ടീനെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല, അതിനുള്ള എൻവയോൺമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാതെ കുട്ടി പഠിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് ലേണിംഗ് ഡിസബിലിറ്റി ആയിട്ട് കണക്കാക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ലേണിംഗിൽ ഇൻ്റലിജൻസ് ലെവൽ എന്ന് പറയുന്നത്. ആവറേജ് ഇൻ്റലിജൻസ് ഉണ്ടായിട്ടും ഒരു കുട്ടിക്ക് മതിയായ രീതിയിൽ വായിക്കാനും എഴുതാനും അതുപോലെ ലേണിംഗ് ഇഷ്യൂസ് ഒക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയാം. ആവറേജ് ലെവലിലും താഴെയാണ് കുട്ടിക്ക് ബുദ്ധിമാന്ദ്യം കാരണമോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് കാരണമാണ് കുട്ടിക്ക് പഠിക്കാൻ കഴിയാത്തതെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ലേണിംഗ് ഡിസബിലിറ്റി ആയിട്ട് കണക്കാക്കാൻ കഴിയില്ല. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളുടെ പേരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യം, അവരെ നമുക്ക് ഈസി ആയിട്ട് പഠിപ്പിക്കാൻ കഴിയില്ല. അതിന് ചില സ്ട്രാറ്റജീസ്, മെത്തേഡ്സ്, ട്രെയിനിങ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ പഠിപ്പിക്കാനായിട്ട്. ചില കുട്ടികളെ നമുക്ക് കഥയിലൂടെ പഠിപ്പിക്കേണ്ടി വരും, ചിലരെ പാട്ടിലൂടെ പഠിപ്പിക്കേണ്ടി വരും. അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ കാണിച്ച് ടാസ്ക് ഓറിയന്റഡ് ആയിട്ടോ ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടോ ഒക്കെ ചിലപ്പോൾ കുട്ടികളെ നമുക്ക് പഠിപ്പിക്കേണ്ടതായിട്ട് വരും. കുട്ടികളുടെ രീതി മനസ്സിലാക്കി അവരുടെ ലെവലിലേക്ക് നിന്നിട്ട് വേണ്ടി വരും നമുക്ക് പഠിപ്പിക്കാൻ. നമ്മുടെ രീതിയിലേക്ക് അവരെ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് അവരുടെ സെൽഫ് കോൺഫിഡൻസിനെ ബാധിക്കും. അതൊരു ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി ഇഷ്യൂസിലേക്കൊക്കെ ലീഡ് ചെയ്യാനായിട്ടുള്ള കാരണമാണ്. ലേണിംഗ് ഡിസബിലിറ്റി മെയിനായിട്ടും 4 തരത്തിലാണ് കാണപ്പെടുന്നത്: ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, അതുപോലെ തന്നെ ഡിസ്ഫെറാക്സിയ. ഇതൊക്കെ എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റൊരു വീഡിയോയിൽ പറയാം. അതുപോലെ തന്നെ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാം എന്നുള്ളതും ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും.